ഹായ്, എല്ലാവർക്കും രസികർ വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ മെയിൻ കുക്കില്ല, അസിസ്റ്റൻറ്റ് കുക്കായ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്കായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടോ നല്ല വറ്റ ഫിഷ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആര് നീ പോന്നു ഒരു കുക്കിംഗ് വീഡിയോ. വാ വാ. ഞാൻ നമ്മുടെ വറ്റ ഫിഷ് വെച്ചിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. ആ ഫിഷ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം. എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. ആകെ ഇത് മാത്രമേ ഉള്ളൂ. മറ്റേ വറ്റ ഫിഷ് ഉണ്ട്, പിന്നെ കുറച്ച് ഉപ്പും മുളക് ചമ്മന്തിയൊക്കെ ഉണ്ട്. ഓക്കെ, സ്പെഷ്യലാണോ? ഇൻട്രോ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് വാ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് തന്നെയാണ് വീണ്ടും കുക്ക് ചെയ്യാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നത്? ഞാനിന്ന് വരുന്ന വഴിക്ക് ഒരു ചപ്പാത്തിയും കുബൂസും വെച്ച് നോക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വെച്ചിട്ട്. അപ്പൊ അത് വെച്ചിട്ട് ഒരു ഫിഷ് ഷവർമ ഉണ്ടാക്കിയില്ലേ? കനലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ചെത്തിയെടുക്കണ്ടേ ഫിഷ്? അതെങ്ങനെ ഉണ്ടാക്കും? അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് സ്റ്റീമിൽ എടുത്തിട്ട് കുക്ക് ചെയ്തിട്ട് വാഴയിലൊക്കെ ആക്കി കുക്ക് ചെയ്ത് അത് വെച്ചിട്ട് ഫില്ല് ചെയ്ത് നമുക്ക് ഒരു 3 വെറൈറ്റി ഓഫ് ഉണ്ടാക്കാം. അതിനായിട്ട് ഓക്കെ, സ്പെഷ്യലാണെങ്കിലൊക്കെ ഈ സ്പെഷ്യൽ എനിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നീ ആ വെജിറ്റബിൾസ് ഒക്കെ പറഞ്ഞു തരിക, പിന്നെ അതുപോലെ തന്നെ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഏതാദ്യം? ഈ മസാല മതിയോ? ഈ മസാല മതി. വളരെ കുറച്ച് മസാല നമ്മൾ ഉപയോഗിക്കണല്ലോ കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. ഉപ്പ് ചൂടാക്കാൻ വേണ്ട. ഉപ്പ് മീനിലിട്ടിട്ട് വേവിക്കാതാണ് ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കി ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചാൽ നമ്മൾ ചൂടാക്കിയിട്ട് മീനിൽ വേവിക്കുക. പിന്നെ മീനിൽ ഉപ്പ് കൂടി ഇട്ട് കുറച്ച് ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞിട്ട് ആവിയിൽ വേവിക്കുക. പിന്നെ അത് വെച്ച് ബാക്കി പരിപാടി. ഓക്കെ ശരി, തുടങ്ങാം നമുക്ക്. ഏത് കുറച്ച് ചൂടാക്കിട്ടേ മതി. അധികം ചിലവാണ്. എല്ലാം കുക്ക് ചെയ്യുന്നത് തന്നെ കുഴപ്പമില്ല. എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. മസാലയൊക്കെ നല്ല മൂത്ത് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കത് മീനിലൊക്കെ തേച്ച് കുറച്ച് നാരങ്ങയും ഉപ്പൊക്കെ ഇട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ആവിയിൽ വെറുതെ വേവിച്ചെടുക്കില്ല, വാഴയിലൊക്കെ പൊതിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ മസാലയിലിട്ടുണ്ട്. ഉപ്പിടാം. അമ്മ ചുമക്കുന്നുണ്ട്. അമ്മയാണ് ഇപ്രാവശ്യത്തെ വീഡിയോഗ്രാഫർ. അപ്പോൾ നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞിടാം. വലിയ വലിപ്പമുള്ളതല്ല കേട്ടോ. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതിയേ ഉള്ളൂ, അല്ലാതെ പുളി വേണ്ട. കുരു വീണത് പുളി ചെയ്യാൻ പറ്റില്ലേ? വല്ലാതെ പുളി വരുമല്ലെങ്കിൽ. ഓക്കെ, അപ്പൊ ഇനി നമുക്കിത് മസാല കൂട്ടി കഴിഞ്ഞാല് ഇനി ഇതിന് ഷവർമ്മയ്ക്ക് വേണ്ട സലാഡ് വേണ്ട. സലാഡാ എന്താ? ഇതുണ്ടോ? മയണൈസും കുക്കുംബറും സവാളയും അതുപോലെ തന്നെ ക്യാബേജും അതും മയണൈസും എല്ലാം ചേർത്തിട്ട് കറക്റ്റ് ഷവർമ്മയിൽ കിട്ടുന്ന അതുപോലെ തന്നെ ഫില്ലിംഗ് ഇല്ലേ? ആയിക്കോട്ടെ, ഇത് റെഡി പറഞ്ഞാ മതി. ഞാൻ മെയിൻ കുക്ക് ആവും. പിന്നെ നമ്മളുടെ അസിസ്റ്റന്റ് സാധനങ്ങൾ കട്ട് ചെയ്യാൻ പോയിക്കാണ്. അപ്പോൾ ഞാനൊരു സീക്രട്ടായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ആഡ് ചെയ്യണുള്ളൂ. ഓക്കെ, ഇതും കൂടെ ഇത് മിക്സ് ചെയ്ത് വെക്കാം. അറിയണ്ട, അസിസ്റ്റന്റ് അറിയണ്ട. നീ പറഞ്ഞ സബോള കുക്കുംബർ ക്യാബേജ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിലേക്ക് മയണൈസ് വേണം, കുരുമുളക് വേണം, ഉപ്പ് വേണം. മയണൈസ് ഞാൻ ഇവിടെ കുറച്ചിട്ടുണ്ട്. ഓക്കെ, വാഴയില് കുറച്ച് പീസുകൾ വെച്ചിട്ട് നമുക്ക് സ്റ്റീമിൽ വേവിച്ചെടുക്കാം. ഞാനുണ്ടാക്കാനിരുന്ന സ്പെഷ്യൽ ഐറ്റം എപ്പോൾ ഉണ്ടാക്കണം? പ്രേക്ഷകർക്ക് എൻ്റെ ഐറ്റം മിസ്സായി. അത് പിന്നെ എപ്പോഴെങ്കിലും അപ്പോഴേക്കും ഞാൻ പുതുതായിട്ട് വരാം. മതി, നടക്കാൻ പറ്റും. എനിക്ക് മടക്കാനും വളയ്ക്കാനൊക്കെ ഉള്ള അതെനിക്കറിയാം.
ഇങ്ങനെ മതിയാ? വെറുതെ ഇതൊക്കെ ഇട്ട് കെട്ടിയാൽ മതി. വെറുതെ കെട്ടി. ഓക്കെ ഓക്കെ അല്ലേ? വെള്ളം ചൂടാണ്ട്. ആ വെള്ളം ചൂടാവും. എത്ര വെള്ളം വെച്ചിട്ടുണ്ട്? 1 മിനിറ്റ്. എത്ര വെള്ളം മതിയാ? ഓക്കെ ഇത് നോക്കിയാ ഞാൻ കത്തിക്കാം. ചൂടായിട്ടാണ് നോക്കിയിട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് അപ്പോൾ അടുത്ത കൂടെ വെക്കുന്ന സമയം കൊണ്ട് അത് തിളച്ചോളും. ഓക്കെ എന്നാൽ അടുത്ത ഇതുണ്ടാക്കുക. ഇതിൽ വെക്കും 2 എണ്ണം വയ്ക്കാം. ഇടയ്ക്ക് മേലെ വെക്കാം. വേണ്ട അപ്പോൾ അത് വേറെ ബുദ്ധിമുട്ടുള്ളൂ. ഓക്കെ ഇത് വാട്ടിയെടുത്താലേ അതേ ഇങ്ങനെ കിട്ടി. വാട്ടി കൊണ്ടുവന്നവരെയാണ്. ഞാൻ അടയ്ക്കാല്ലേ? അടുത്ത് അപ്പോൾ നമ്മൾ 2 മീനിൻ്റെ കെട്ട് വെച്ചിട്ടുണ്ട്. ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് തെച്ചിരിക്കല്ലേ. മീനിന്റെ കെട്ടല്ല, മീനാക്കിയിട്ട് പൊതിഞ്ഞ് ഞങ്ങൾ അതിൽ വെച്ചിട്ട് മീനിന്റെ കെട്ടേക്ക് മീനിന്റെ കെട്ട്. ഇതിന്റെ തമ്പനയിലും മീനിന്റെ കെട്ടൊക്കെ ഇടുക. ഈ 2 എണ്ണം അപ്പുറത്തേക്ക് റെഡിയാക്കി വെക്കാം. അത് എന്ത് വരും വെക്കാം കേട്ടോ. എന്നെ ട്രോളാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നത്. ഇത് പുറത്തേക്ക് അല്ല എന്നോട് എന്നിട്ട് ഇങ്ങോട്ട് നിൽക്കണം. ഞാൻ കെട്ടാം മീനിന്റെ കെട്ട്. വേറെ വേറൊരു ഉണ്ടോ? വേണ്ട. ഇന്ന് ഇതിന് പ്രത്യേകത എന്തറിയോ? ഞാനുണ്ടാക്കാമെന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഡിഷ് ആയതുകൊണ്ട് ടേസ്റ്റ് നോക്കാൻ ആരും വന്നിട്ടില്ല. വെച്ച് നമുക്ക് പരീക്ഷിക്കാം. പക്ഷേ വെൽബെ ഡിഷാണ്. സ്പെഷ്യൽ ആയതുകൊണ്ട് സ്പെഷ്യൽ ആൾക്കാരെ മാത്രം വിളിക്കാൻ പറ്റുമോ? പക്ഷെ ആരും വന്നില്ലെന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ. ഇപ്പോൾ ആരൊക്കെയോ മണത്തറിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം ഇതിൻ്റെ ഉള്ളിലുണ്ട്, 2 എണ്ണം ഇതിലുണ്ട്. ഇതിലേകദേശം ഒരു 6-7 കഷ്ണങ്ങളുണ്ടല്ലേ? ഇതിൽ 6-7 കഷ്ണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വേവുന്ന സമയം എത്ര സമയമാണ് വേവാൻ? 15 മിനിറ്റ്. 15 മിനിറ്റ്. ഓക്കെ അത് വേവുന്നു. ഓക്കെ അത് കൈ കഴിക്കും. അത് വേവുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ട എന്താണ് ഇതിന് വേണ്ട മറ്റേ ഷവർമേലൊക്കെ ഇടുന്ന ഫില്ലർ. അപ്പോൾ നമ്മുടെ ഫിഷ് ഏകദേശം നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം എണ്ണയില്ലാതെ വേവിച്ചെടുക്കുന്ന കറിയല്ലേ അല്ലേ? ഫ്രൈ പോലെയാണ് കിട്ടുക എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് കഴിച്ചു നോക്കാം. ഷവർമ വാങ്ങിക്കുമ്പോൾ അങ്ങനെ അതിനകത്ത് ചിക്കൻ വെച്ചിട്ടുണ്ടാവില്ലേ, അതിന്റെ വേറെ വേർഷനാണത്. കനലിൽ ചെയ്യുന്നത് നമ്മൾ സ്റ്റീമിൽ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഫില്ല് ചെയ്യാനുള്ളത് തയ്യാറാക്കാം. ആദ്യം എതുണ്ട് അങ്ങനെയൊക്കെ അത് ഞാൻ അസിസ്റ്റന്റ് വിട്ടുകൊണ്ടിരിക്കുന്നു. എനിക്കിത് ഉണ്ടാക്കാറില്ല. ഞാനിതിൽ മെയിനല്ല. നേരത്തെ മെയിനായിട്ട് ചെയ്യാൻ നോക്കിയല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം മയണൈസ് എടുക്കും. മയണൈസ് നമ്മൾ മേടിച്ചാണ്, മറ്റേ എഗ്ഗ്ലെസ് ആണ്. ഇതുണ്ടോ നമ്മൾക്ക് ഇപ്പോഴല്ലേ മതിയാ? ആവശ്യം നോക്കിട്ടാ എല്ലാം കുറച്ച് കുറച്ച് കേട്ടോ. അപ്പോൾ മിക്സാക്കാൻ എളുപ്പവും. കേബേജ് കൂടുതലുള്ള പോലെ കേബേജ് കൂടുതൽ വേണമായിരുന്നോ? കുറച്ച് മതി. ബാക്കി എല്ലാം വെള്ളം വരും. ഉപ്പ് ഇടും. അപ്പം ഞാൻ നോക്കിയാ ഇതേ ഇത്ര ആക്കി എടുത്തിട്ടുണ്ട്. ഇത് മതിയാ? നോക്കിയാൽ മെയിൻ കുക്ക് നോക്കിയിട്ട് പറയും. ഓക്കെ ഇതിൽ ഉപ്പുണ്ടോ, മുളകുണ്ടോ, പുളിയുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയും. നോക്കി ഇത് കഴിക്കാറില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കി വലിയ കുഴപ്പമില്ല, നല്ല പുളിയുണ്ട്. അപ്പോൾ നമ്മളെ മീനും ഇതൊക്കെ കൂടിയിട്ട് എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ അടുത്ത ട്രിപ്പ് ആക്കാം. ഇത് ഇവിടെ വയ്ക്കുക. അതൊന്ന് മാറ്റി വെച്ചേക്കാം. ആ പ്ലേറ്റ്
അപ്പൊ നമുക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് മാറ്റാണത്. ഇല്ല വെള്ളം ഇല്ലല്ലോ, അത് സ്റ്റീം വന്നിട്ട് വെള്ളമല്ലേ? വെള്ളം വേണ്ട. ആയാ അതെങ്ങനെ അറിയാം? തുറന്ന് നോക്കണം. ഓഫ് ചെയ്യണം. എന്നെ കൊടുത്തിരിക്കാം. അങ്ങനെ എടുത്തു ചെക്കവും സാധനം എവിടെ കൊണ്ടു താഴെ വീഴുകയാണെങ്കിൽ കെട്ടിയ ചിക്കൻ കെട്ടിയത് നിലക്കത്ത വീണത്. കറി വെച്ച പോലെ ആയാലും ഒന്ന് തുറന്നൊക്കെ അതിലേക്ക് വീണ്ടും കേട്ടോ. ഇത് നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. മോനെ ആ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതേ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഏകദേശം എന്താ പോലെയാണ് തോന്നുന്നത്. ഞാൻ കഴിച്ചോ, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട്? ആയിട്ടുണ്ട്. ആ ഒരു ടേസ്റ്റ് കഷ്ണം അയച്ചോക്കിയേ, ചൂടുണ്ട് കേട്ടോ. ഇത് നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ എണ്ണയല്ലേ, ഇത് ഓയിൽ, അതിൻ്റെ ഫാറ്റ് ആവില്ലേ, അതിങ്ങനെ ഒഴിച്ചു വന്നിട്ടുണ്ട്. ടേസ്റ്റ് ഇല്ലേ, വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ വെച്ചാൽ മതി. ഓക്കെ, അടുത്ത് വേവിക്കാം. ഓക്കെ, നമ്മൾ 2 മീൻകെട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ വേവാനുള്ള 2 മീൻകെട്ട് ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാനുള്ള എന്താ റെഡിയാക്കണത്? ഇത് നമ്മൾ ചപ്പാത്തിയും കുബൂസൊക്കെ റെഡിയാക്കാം അല്ലേ? ഓക്കെ ഓക്കെ, ആ സമയം കൊണ്ട് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഷവർമ്മ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 3 കുബൂസ് എടുത്തിട്ടുണ്ട്, 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബ്രെഡും കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ബ്രെഡിൽ വെച്ചിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇതെങ്ങനെ മറ്റേ സാൻഡ്വിച്ച് പോലെ സാൻഡ്വിച്ച് പോലെ വെറൈറ്റി ആണല്ലോ. ഫുൾ വെറൈറ്റി. ഓക്കെ, ഒരു ചപ്പാത്തി കൂടി ഇല്ലേ? അതിലിപ്പോൾ 2 ഉള്ളൂ, 2 കൂടി ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഓക്കെ, ഇത് ആയിട്ടുണ്ടാവും അല്ലേ? നല്ല മണം വരുന്നുണ്ട്. തുറന്ന് നോക്കിയതാണ്. ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പോൾ നമ്മളെ മീൻകെട്ടുകൾ എടുത്തിട്ട് നമ്മൾ അഴിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ വേണ്ടി ഇനി? നമ്മൾ ഷവർമയിലെ ചിക്കൻ പീസ് കിടക്കുന്നുണ്ടല്ലേ, അതുപോലെ ഇങ്ങനെ പിച്ചി പിച്ചിയുള്ള ഇതാക്കണതിന് ചൂടുണ്ട്. എങ്ങനെ സ്പൂൺ എടുത്തിട്ട് ആക്കാം. ആ നമ്മുടെ ഇല്ലല്ലോ, ഫോർക്കും നൈഫും. ഓക്കെ, ഇതുകൊണ്ട് ഇങ്ങനെ പൊളിച്ചാൽ മതിയില്ലേ? ഓക്കെ, നല്ല അടിപൊളിയായിട്ട് വെന്തം കിട്ടാം. ഞാൻ ഷവർമ ഓർഡർ പോലെ ഇട്ടു. അതിനാണ് ഇത് ആ ഇതിട്ടിട്ട് ഇങ്ങനെ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ആക്കിയാൽ അത് വേണ്ട. ഞാൻ ഏതെങ്കിലും ഷവർമ കടയിൽ പണിക്കൊക്കെ നല്ലത് അസിസ്റ്റന്റ് ഷവർമ മേക്കറായിട്ട്. അവിടെ അസിസ്റ്റന്റ് ആവാനേ പറ്റുള്ളൂ കേട്ടോ. ഞാനിവിടെ മെയിനാ കിടക്കേ. ഇത് മതിയാ? അത്ര മതിയാ? അല്ല, അവര് ഈ സാധനം കൂടി ഇട്ടിട്ടാണല്ലോ ഇങ്ങനെ ആക്കുക അല്ലേ? മയോണൈസൊക്കെ ഇട്ടിട്ടല്ലേ അല്ലേ? അല്ല അങ്ങനല്ലേ? നീ എന്താ ഉദ്ദേശിക്കണം? ഓക്കെ, ശരി, കഴിച്ചു നോക്കിയിട്ടുണ്ട്. നമ്മളേ മുള്ളില്ലാത്ത നല്ല വറ്റമീൻ്റെ നല്ല വലിയൊരു ഭാഗം നോക്കി മുറിച്ചെടുത്ത് മുള്ളില്ല നമ്മൾ കട്ട് ചെയ്തെടുത്താണ്. ഞാൻ എൻ്റെ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ചെയ്തായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ മെയിൻ കുക്ക് വന്നിട്ട് വേറൊരു ഡിഷാക്കിയത്. അപ്പോൾ ഓൾറെഡി ഞാൻ പ്രിപ്പയർ ഇല്ലാത്തൊരു ഡിഷാണ്. അപ്പോൾ കഴിച്ചു നോക്കാനും ഞാൻ കുറച്ചും കൂടി പ്രിപ്പയർ ആവുന്നുള്ളൂ. അപ്പോൾ ഫിഷ് ഷവർമ നമുക്ക് റെഡി ആക്കിയിട്ട് കഴിച്ചു നോക്കാം. എന്തെങ്കിലും പറഞ്ഞോ? ഇതെൻ്റെ ഐറ്റമാണെന്ന് അതെങ്കിലും പറഞ്ഞോ? ഇതെൻ്റെ ഐറ്റമാണോ? ഇതിലേക്കിടാം. അപ്പോൾ നമുക്ക് അതിൻ്റെ റേഷ്യോ അറിയാൻ പറ്റും, എത്ര മീനിൽ എത്ര ആയിരുന്നുള്ളൂ അല്ലേ? ഞാനിതിലേക്ക് ഇടാം, അല്ലെങ്കിൽ നീ ഇളക്കിക്കോ. ഏതാ എനിക്കിത് ഉണ്ടാക്കാറില്ല കേട്ടോ, ഞാൻ ഷവർമക്കാരനല്ലേ. ഉണ്ടാക്കുമ്പോൾ വന്ന സന്തോഷം ഇല്ല. ഇങ്ങനെയാണോ ഇത്? ഇത് നീ കഴിച്ചിട്ടുണ്ടോ മുന്നേ? അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ എഴുതി കാണിക്കും, വീട്ടിൽ അനുകരിക്കരുത്, ചെറിയ കുട്ടികളൊന്നും അങ്ങനെ ചെയ്യരുത്. എല്ലാം നല്ല സാധനങ്ങളായിട്ടിരിക്കുന്നത്. പക്ഷേ ഫിഷ് വെച്ചിട്ട് ഞാൻ ഷവർമ കഴിച്ചിട്ടില്ല.
ബീഫിൻ്റെ ഇതുമാതിരി ചിക്കൻ ഒക്കെ കഴിച്ചിട്ടുണ്ട്. ഫിഷ് പൊള്ളിച്ചതൊക്കെയാണ്. ഇതെനിക്ക് കഴിച്ചു നോക്കിയപ്പോൾ വേവിച്ചതല്ലേ, പിന്നെ ആ ഫിഷിനോടുള്ള ഇഷ്ടമാണോന്നറിയില്ല. ഒറ്റ ഫിഷ് ഓൾറെഡി നമുക്ക് ഇഷ്ടമുള്ളതാണ്. പിന്നെ എല്ലാ പരീക്ഷണങ്ങളും ഏറ്റുവാങ്ങാൻ ഞാനിവിടെ, നീ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഞാൻ വന്നാലോ? അതെന്തിനാ? അവിടെ ഒന്ന് കറങ്ങാൻ. ഞാനുള്ളപ്പോ കറങ്ങിയാ പോലെ. നീ അവിടെ ഉണ്ടല്ലോ. അതല്ല, ഞാൻ കൂടെ ഉള്ളപ്പോ. ഗൈസ്, ഞാൻ അകപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. ഈ പരീക്ഷണങ്ങളുടെ ഫുഡ് കഴിക്കണം. സ്വതന്ത്രമായിട്ട് എവിടെയും കറങ്ങാനൊന്നും ഇല്ല. മതിയോ? ടേസ്റ്റ് നോക്കട്ടെ. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇതിലിടും മതി. ഇങ്ങനെ ഉണ്ട് ഇതിൻ്റെ ഒരു സംഭവം നോക്കണം. ശരിക്കും ഇത് ഞാൻ അഭിനയിക്കണമല്ല, എനിക്ക് ഇങ്ങനെ അഭിനയിക്കാൻ അറിയില്ല, ഒറിജിനലായിട്ട് അഭിനയിക്കാൻ അറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടില്ല. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ വിളിക്കാം. ഇത് പ്രിപ്പയർ ചെയ്യണത് വേറൊന്നുമില്ല. ഷവർമയിൽ വെക്കുന്നു, റോളാക്കുന്നു, ചപ്പാത്തിയിൽ വെക്കുന്നു, റോളാക്കുന്നു, അത്രേ ഉള്ളൂ. അത് നമുക്ക് കാണാം. ഓക്കെ, സെറ്റ് ചെയ്തോ? അടിപൊളി. അപ്പോൾ നമുക്കേ ഇത് കുബൂസിൽ ഇത് ഫില്ല് ചെയ്യാം. 2 എണ്ണം കുബൂസിൻ്റെ ചപ്പാത്തിയുടെ അങ്ങനെ ബ്രെഡിൻ്റെ സാധനമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്ര അധികം വേണം. ചപ്പാത്തി എനിക്കിതിൽ വലിയ കോൺഫിഡൻസ് ഇല്ല. കാരണം എനിക്ക് അത് കഴിച്ചപ്പോൾ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് എന്ത് തോന്നണം? ഇത് രണ്ടും ട്രൈ ചെയ്തപ്പോൾ ടേസ്റ്റ് അറിയാം. ചപ്പാത്തി കൂട്ടി തിന്നാൻ പറ്റും. കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി അഡ്ജസ്റ്റ് ചെയ്യാലോ. അതൊരു സീക്രട്ട് ഉണ്ട്, അത് പിന്നെ പറയാം. സീക്രട്ട് എന്താണെന്ന് നോക്കിയോ? ഇത് ഞാൻ മടക്കണം, പായം മടക്കണ പോലെ ഞാൻ ഇത് റോൾ ഉണ്ടാക്കണം. അതാണ് അതെ, കണ്ണാറുള്ളൊരു ഷോട്ട്. ഓക്കെ, ഇതിൻ്റെ പേരെന്താ? യെസ്, ഫിഷ് ഷവർമ റെഡി ആയിരിക്കുകയാണ്. കുബൂസ് കൊണ്ടൊരു 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, ചപ്പാത്തി കൊണ്ടൊരു 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എനിക്ക് ഗംഭീരം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നമ്മുടെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിന്ന് ടേസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ അവസാനമാണ്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ ഷവർമ കഴിച്ച് നോക്കാൻ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ഞാൻ എടുത്തു കൊടുത്തിട്ട് ഒരഭിപ്രായം കേൾക്കാം. ഓക്കെ അല്ലേ? നിങ്ങളെല്ലാവരും കഴിക്കണമില്ല? നീ കഴിക്കണ്ട, നീ ഉണ്ടാക്കി ഷവർമ ഉണ്ടാക്കിയത് ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവരിത് കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയും. അപ്പോൾ ഈ സന്തോഷം കഴിച്ച് കഴിയുന്നവരുണ്ടാവണം, കഴിച്ച് കഴിഞ്ഞാലുണ്ടാവണം. കുബൂസിൻ്റെ ആണോ? ഉണ്ട് കുബൂസ് ചപ്പാത്തി. ഇതിൻ്റെ അഭിപ്രായം എല്ലാവരും ഒരേ സമയത്ത് ഇത് കഴിച്ചിട്ട് പറയും. അപ്പോൾ കഴിച്ചു നോക്കാം നമുക്ക്. ആദ്യത്തെ ഒരു കടി കടിച്ചിട്ട് ഇറക്കിയിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് പറയാം. ഓക്കെ, റെഡി? 1 2 3. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബൈ പറയാം. നമ്മളെ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ബൈ.